സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം. ബാർസലോണയുടെ മുൻ പരിശീലകൻ ഷാവി ഹെർണാണ്ടസ് നെതർലൻഡ്സ് ദേശീയ ഫുട്ബോൾ ടീമിന്റെ പുതിയ പരിശീലകനായി ചുമതലയേറ്റു. റൊണാൾഡ് കോമാന്റെ പിൻഗാമിയായാണ് 46-കാരനായ ഷാവിയുടെ നിയമനം. 2030 ലോകകപ്പ് വരെ നീളുന്ന 4 വർഷത്തെ കരാറിലാണ് ഷാവി ഒപ്പുവെച്ചത്. നെതർലൻഡ്സ് ദേശീയ ടീമിനെ പരിശീലിപ്പിക്കുന്ന ഷാവിയുടെ ആദ്യ അന്താരാഷ്ട്ര പരിശീലക ദൗത്യമാണിത്. സെപ്റ്റംബർ 24-ന് ജർമ്മനിക്കെതിരായ നേഷൻസ് ലീഗ് മത്സരത്തിലാകും ഷാവിയുടെ അരങ്ങേറ്റം. നേരത്തെ ബാർസലോണയെയും ഖത്തറിലെ അൽ സത്തിനെയും പരിശീലിപ്പിച്ച ഷാവിയുടെ ആദ്യ ദേശീയ ടീം പരിശീലക ദൗത്യമാണിത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന് തിരിച്ചടി. വലത് ഹാംസ്ട്രിങ്ങിനേറ്റ ഗുരുതര പരിക്കിനെ തുടർന്ന് ജമീമ റോഡ്രിഗസ് വരാനിരിക്കുന്ന വനിതാ ഏഷ്യാ കപ്പിലും ഏഷ്യൻ ഗെയിംസിലും നിന്ന് പുറത്തായി. ഓഗസ്റ്റ് 3-ന് ഇംഗ്ലണ്ടിലെ ദി 100 മത്സരത്തിനിടെയാണ് ജമീമയ്ക്ക് പരിക്കേറ്റത്. BCCI മെഡിക്കൽ സംഘം നടത്തിയ പരിശോധനയിൽ ഹൈഗ്രേഡ് ഹാംസ്ട്രിംഗ് ടിയർ സ്ഥിരീകരിച്ചു. ഏഷ്യാ കപ്പിനുള്ള ടീമിൽ ജമീമയ്ക്ക് പകരക്കാരിയായി പ്രതീക രാവലിനെ പ്രഖ്യാപിച്ചു. ഇന്ത്യയ്ക്കായി ഏകദിനത്തിലും ടെസ്റ്റിലും കളിച്ചിട്ടുള്ള പ്രതീകയുടെ ആദ്യ T20 അന്താരാഷ്ട്ര മത്സരമായിരിക്കും ഇത്. 2025-ലെ വനിതാ ഏകദിന ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിലും പ്രതീക അംഗമായിരുന്നു. പുതിയ ഇംഗ്ലീഷ് ഫുട്ബോൾ സീസണിന് ആവേശകരമായ തുടക്കം. 2026 കമ്മ്യൂണിറ്റി ഷീൽഡിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ 3-0 തകർത്ത് ആഴ്സണൽ കിരീടം സ്വന്തമാക്കി. കാർഡിഫിലെ പ്രിൻസിപ്പാലിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ റിക്കാർഡോ കാലിഫിയോറി, കായ് ഹാവേർട്സ്, ക്യാപ്റ്റൻ മാർട്ടിൻ ഒഡേഗാർഡ് എന്നിവർ ആഴ്സണലിനായി ഗോൾ നേടി. പുതിയ പരിശീലകൻ എൻസോ മാരസ്കയുടെ കീഴിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇത് നിരാശാജനകമായ തുടക്കമായി. അതേസമയം പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ ആഴ്സണൽ പുതിയ സീസണിലും കിരീട പോരാട്ടത്തിന് തയ്യാറാണെന്ന ശക്തമായ സൂചനയാണ് ഈ വിജയം നൽകുന്നത്. ഫുട്ബോൾ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയും ദീർഘകാല പങ്കാളി ജോർജീന റോഡ്രിഗസും വിവാഹിതരായി. ഓഗസ്റ്റ് 11-ന് പോർച്ചുഗലിലെ കാസ്കയിൽ നടന്ന സ്വകാര്യ സിവിൽ ചടങ്ങിലായിരുന്നു വിവാഹം. 5 മക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ലളിതമായ ചടങ്ങ്. 2016-ൽ ആരംഭിച്ച ബന്ധത്തിന് ഏകദേശം 10 വർഷത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത്. വിവാഹ വാർത്ത റൊണാൾഡോ വിവാഹ മോതിരങ്ങളുടെ ചിത്രം പങ്കുവച്ചാണ് സ്ഥിരീകരിച്ചത്. വലിയ ആഘോഷങ്ങൾ ഒഴിവാക്കി വളരെ സ്വകാര്യമായ ചടങ്ങാണ് ഇരുവരും തിരഞ്ഞെടുത്തത്. വിവാഹശേഷം റൊണാൾഡോയും ജോർജിനയും വിവാഹ മോതിരങ്ങളുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് വിവാഹ വാർത്ത ആരാധകരെ അറിയിച്ചത്. അണ്ടർ 18 ഫിബ ഏഷ്യ കപ്പ് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് അഹമ്മദാബാദിൽ പുരോഗമിക്കുന്നു. ഓഗസ്റ്റ് 13-ന് ആരംഭിച്ച ടൂർണമെന്റിൽ 16 ടീമുകളാണ് പങ്കെടുക്കുന്നത്. 22 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ ഈ ഏഷ്യൻ യുവ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യക്ക് ആതിഥേയരെന്ന നിലയിൽ നേരിട്ട് ടൂർണമെന്റിൽ പ്രവേശനം ലഭിച്ചു. സെമി ഫൈനലിൽ എത്തുന്ന 4 ടീമുകൾക്ക് 2027 ഫിബ അണ്ടർ 19 ലോകകപ്പിന് യോഗ്യത നേടാനും അവസരമുണ്ട്. ഓഗസ്റ്റ് 23-നാണ് ഫൈനൽ.